ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യുവതീയുവാക്കന്മാരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി വരുന്ന സമയമാണ്. കൊറോണയും പ്രളയത്തിനുമൊക്കെ ശേഷം നമുക്ക് മനസ്സിലാവുന്നത് യുവാക്കന്മാരും യുവതികളുമാണ് ഏറ്റവും കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാരെന്നാണ്. നമ്മുടെ നാളത്തെ സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ ഭാവി നിക്ഷിപ്തമായിരിക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ ഈ യുവതലമുറകളിലാണ്. അങ്ങനെ സഭ അവരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ എടുക്കുന്ന ഒരുപാട് ചുവടുകളുണ്ട്. അതിലെ ഒരു ചുവടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എറണാകുളം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന എബൈഡ് യുവജന ധ്യാനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എബൈഡ് യുവജന ധ്യാനം മറ്റുള്ള ധ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്നാമതായി, ഇത് പൂർണ്ണമായും യുവതി യുവാക്കന്മാരെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനമാണ്. പലപ്പോഴും മാറി വരുന്ന ജീവിതക്രമവും താളം തെറ്റിയ ജീവിതവുമൊക്കെ നമ്മുടെ യുവാക്കന്മാരെ സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതവരെ വിശുദ്ധിയിലേക്ക് വളരാനുള്ള തടസ്സവുമായി മാറാറുണ്ട്. അതിന് ബദലായി ഒരു പുതിയ ജീവിതക്രമം അവരെ പഠിപ്പിക്കുക എന്നതാണ് എബൈഡ് ധ്യാനത്തിൻ്റെ വേറൊരു ലക്ഷ്യം. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിനെ വിട്ട് പന്നിക്കൂട്ടങ്ങളിടയിലായിരുന്നപ്പോൾ അവന് തിരിച്ചു വരാൻ പ്രേരിതമായത് അവൻ ജീവിച്ച ആഘോഷമായ വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ സ്മരണയാണ്, എ സ്പിരിച്വൽ നൊസ്റ്റാൾജിയ. അതുതന്നെയാണ് നമ്മൾ ഈ 5 ദിവസങ്ങളിൽ യുവതി യുവാക്കന്മാർക്ക് കൈമാറുന്നത്. പേഴ്സണൽ പ്രയറിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും എപ്രകാരമാണ് ഈ ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുക എന്ന് നമ്മൾ എബൈഡിലൂടെ അവരെ പഠിപ്പിക്കുകയാണ്. സാധാരണ വർഷങ്ങളിൽ ഗ്രാൻഡ് അബൈഡുകൾ നടത്താറുണ്ട്. ഇതുവരെയും ഗ്രാൻഡ് അബൈഡ് 1, 2, 3 3 ഗ്രാൻഡ് അബൈഡുകൾ കഴിഞ്ഞു. ഇനിയും നമ്മൾ ഒക്ടോബർ 10 മുതൽ 14 വരെ അബൈഡ് ഇൻ്റർനാഷണൽ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത, ആ ധ്യാനം പൂർണ്ണമായും ഇംഗ്ലീഷിലാണ്. കൂടുതലായി യുവതി യുവാക്കന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകാനും കുറേയും കൂടെ അത് ബൃഹത്താകാനും ഒക്കെ ഈ ഇംഗ്ലീഷ് ധ്യാനം സഹായിക്കും എന്നാണ് കരുതുന്നത്. ദൈവശാസ്ത്രം അവസാന വർഷം പഠിക്കുന്ന എൻ്റെ ജീവിതത്തിലും ആത്മീയതയുടെയും ദൈവവിളിയുടെയും ഒക്കെ വിത്ത് പാകിയത് ഈ എബൈഡ് ധ്യാനമാണ്. ക്യാൻസർ രോഗബാധിതനായിരുന്ന സമയത്താണ് ഞാൻ എബൈഡ് ധ്യാനം കൂടാൻ വരുന്നത്. അസുഖം മാറാനായി പ്രാർത്ഥിക്കാൻ വന്ന എന്നെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നത് എബൈഡ് ധ്യാനം. അസുഖം മാറാനല്ല, ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ മാറോട് ചേർന്ന് കിടക്കാനാണ് എന്നെ ആ ധ്യാനം പ്രേരിപ്പിച്ചത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ തിരുവസ്ത്രത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും അതിനെല്ലാം കാരണം ഉറപ്പായിട്ടും ദൈവം തന്ന ദൈവവിളിയാണ്. പക്ഷേ അതെന്നെ മനസ്സിലാക്കി തന്നത് എബൈഡ് ധ്യാനമാണ്. ദൈവസ്നേഹം ഹൃദയത്തിൽ പകർന്നു തരുന്ന ഒരു ധ്യാനം എന്ന് ഞാൻ പറയും. പാപം ചെയ്യാതിരിക്കുന്നത് നിയമത്തിൻ്റെ പാലനമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിയമമല്ല, സ്നേഹമാണ് പാപം ചെയ്യാതിരിക്കാനുള്ള മാനദണ്ഡമെന്ന് അബൈഡ് മനസ്സിലാക്കി തന്നു. സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് നിശ്ചയമായും ദ്രോഹിക്കാൻ സാധിക്കത്തില്ലല്ലോ. 1 യോഹന്നാൻ 2:14 യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. യുവതി യുവാക്കന്മാരെ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, അവൻ്റെ മാറോട് പറ്റിക്കിടക്കാൻ, എന്നും അവന് വേണ്ടി ജീവിക്കാൻ. നിങ്ങൾക്ക് എബൈഡിലേക്ക് സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.